ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. നമ്മുടെ ഈസി ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾറെഡി ഈസി ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈസി ആയിട്ടുള്ള മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് സെൻറ്റൻസ് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ വീഡിയോ കാണാത്തവർ കണ്ടിട്ട് അതിനുശേഷം മാത്രം സെക്കൻഡ് വീഡിയോ കാണാം. സെൻറ്റൻസ്: എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും. അതായത് നമ്മൾ ആരോടെങ്കിലും ഒരു ഹെൽപ്പ് വേണോ എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ എങ്ങനെ നമ്മളത് ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? നീ എവിടെ നിന്നാണ് വരുന്നത്? സോ നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ആ രീതിയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പം നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാണ് വരുന്നത്. അപ്പം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക? വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം? സോ അതിന് ആൻസറായിട്ട് നമുക്ക് എന്ത് പറയാം? ഐ ആം ഫ്രം. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു മിസ്റ്റേക്കാണ് ഐ ആം കമ്മിങ് ഫ്രം. ഐ ആം കമ്മിങ് ഫ്രം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഐ ആം ഫ്രം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏത് പ്ലേസ് ആണോ അത്. ഐ ആം ഫ്രം വിച്ച് പ്ലേസ് ദാറ്റ് ഈസ്. ഓക്കെ. സോ അടുത്തത്, നിനക്ക് എന്ത് വേണം? നിനക്ക് എന്ത് വേണം? വട്ട് ഡു യു വാണ്ട്? വട്ട് ഡു യു വാണ്ട്? സോ ഞാൻ അകത്തോട്ട് വന്നോട്ടെ. നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പം മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ അകത്തോട്ടേക്ക് വന്നോട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ജനറൽ ഇൻ കേസ് ഓഫ് നമ്മൾ ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു ടീച്ചറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ അകത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾക്ക് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ അകത്തോട്ട് വന്നോട്ടെ. സോ മേ ഐ കം ഇൻ? മേ ഐ കം ഇൻ? സോ ഇത് നമ്മൾ യൂഷ്വലായിട്ട് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ പലരും ഇതിപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത് എന്താണ്? മേ ഐ കമ്മിങ് എന്നാണ്. കമ്മിങ് അല്ല, ING അല്ല. മേ ഐ കം ഇൻ. ഇൻ അകത്തേക്ക് വന്നോട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്: നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? സോ ദയവായി ശ്രദ്ധിക്കൂ. നമ്മൾ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോടെങ്കിലും ഒന്ന് ജസ്റ്റ് പറയുകയാണ്, ദയവായി ശ്രദ്ധിക്കൂ. അതേ നമുക്ക് എങ്ങനെ പറയാം? പ്ലീസ് ലിസൺ. പ്ലീസ് ലിസൺ. ഓക്കെ. ദെൻ എനിക്കൊരു ഐസ്ക്രീം വേണം. ഐ വാണ്ട് ആൻ ഐസ്ക്രീം. ഐ വാണ്ട് ആൻ ഐസ്ക്രീം. എനിക്ക് സന്തോഷമായോ? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? കുറച്ച് പഞ്ചസാര തരൂ, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും തരൂ എന്ന് നമുക്കെങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്യാം? എ ബിറ്റ് ഓഫ് ഷുഗർ പ്ലീസ്. എ ബിറ്റ് ഓഫ് ഷുഗർ പ്ലീസ്. സമയം 5 മണിയായി. സമയം 5 മണിയായി എന്നുള്ളത് നമുക്കെങ്ങനെ പറയാം? ഇറ്റ്സ് 5 o'clock. ഇറ്റ്സ് 5 o'clock ഇൻ ദ മോർണിംഗ് ഓർ ഇറ്റ്സ് 5 o'clock ഇൻ ദ ഈവനിങ്. ഏത് ടൈമാണോ അതിനനുസരിച്ച് നമുക്ക് പറയാം. സോ നെക്സ്റ്റ് വൺ: വയനാടിന് അടുത്ത ബസ് എത്ര മണിക്കാണെന്ന് പറയാമോ? അതായത് വയനാട്ടിലേക്ക് അടുത്ത ബസ് എത്ര മണിക്കാണെന്ന് പറയാമോ? നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഒരാളോട് എൻക്വയറി ചെയ്യുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ബസ് ടു വയനാട്? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ബസ് ടു വയനാട്? താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ. അതായത് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഹെൽപ്പ് മീ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആ പേന ഒന്ന് തരുമോ? നമ്മൾ കടായിട്ട് ചോദിക്കുകയാണ്. ഒരു ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് മാത്രമല്ലേ. അപ്പോൾ എങ്ങനെ ചോദിക്കും? വുഡ് യു പ്ലീസ് ലെൻഡ് മീ യുവർ പെൻ ഫോർ 5 minutes? പിന്നെ ഒരു തയ്യൽ കൂലി എത്രയാണെന്ന് നമ്മൾ ഒരു സ്റ്റിച്ചിങ് ഷോപ്പിൽ ചെന്ന് ചോദിക്കുകയാണ്. തയ്യൽ കൂലി എത്രയാണ്? ഹൗ മച്ച് ഈസ് ദ സ്റ്റിച്ചിങ് ചാർജ്? ഹൗ മച്ച് ഈസ് ദ സ്റ്റിച്ചിങ് ചാർജ്? സോ കുറച്ച് നീങ്ങിയിരിക്കാൻ വിരോധമുണ്ടോ? ഇതിപ്പോൾ ഏത് സിറ്റുവേഷനിലാവാം. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാവുന്ന സമയത്ത് അവിടെ അല്ലെങ്കിൽ ഒരു ബസ്സിലൊരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, എവിടെയെങ്കിലും ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് നീങ്ങിയിരിക്കുന്നതിൽ വിരോധമുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചോദിക്കാം? വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്?
വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്? ഞാൻ പൈസ പിന്നെ തരാം. അതായത് പൈസ ഇപ്പോൾ തരാൻ കയ്യിലില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ തരാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തരാം. ഇങ്ങനെ പറയും, ഐ ഷാൽ പേ യു ലേറ്റർ. ഐ ഷാൽ പേ യു ലേറ്റർ. നമുക്ക് പോകാം. നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നത് സിമ്പിളാണ്. എങ്ങനെ പറയാം? ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. നീ എൻ്റെ കൂടെ വരാത്തത് എന്താണ്? നീ എൻ്റെ കൂടെ വരാത്തത് എന്താണ്? വൈ ഡോണ്ട് യു കം വിത്ത് മീ? വൈ ഡോണ്ട് യു കം വിത്ത് മീ? വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഈ വയനാട് കോഴിക്കോട് എന്നുള്ളത് ഏതാണോ പ്ലേസ് അതിനനുസരിച്ച് മാറ്റി ചേർക്കുക. അത് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ഫാർ ഈസ് കാലിക്കറ്റ് ഫ്രം വയനാട്? ഹൗ ഫാർ ഈസ് കാലിക്കറ്റ് ഫ്രം വയനാട്? എത്ര ദൂരം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഹൗ ഫാർ. ഹൗ ഫാറിൻ്റെ മീനിങ് എത്ര ദൂരം. സോ നെക്സ്റ്റ്, ഇപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നും. ഇപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നും. It looks as if it will rain now. It looks as if it will rain now. അവൻ്റെ സംസാരം കേട്ടാൽ എല്ലാം അറിയാമെന്ന് തോന്നുന്നുണ്ട്. അവൻ്റെ സംസാരം കേട്ടാൽ എല്ലാം അറിയാമെന്ന് തോന്നുന്നുണ്ട്. അതെങ്ങനെ പറയും? He speaks as though he knows everything. He speaks as though he knows everything. കയറി വരൂ. Come in. പെട്ടെന്ന് പോയിട്ട് വരൂ. കം ബാക്ക് സൂൺ. ആ കതക് ഒന്ന് ചാരിയിടാമോ? വുഡ് യു പ്ലീസ് ക്ലോസ് ദ ഡോർ? പരീക്ഷ ഏത് ദിവസമാണെന്ന് പറയാമോ? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഈസ് ദ എക്സാം?